സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പെരിന്തൽമണ്ണ ഏലംകുളത്ത് 23 വയസ്സുള്ള ഷഹീന മോളാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പ്രായം കണക്കിലെടുക്കുന്നില്ല. നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഈ ചെറുപ്രായത്തിൽ തനിക്ക് ലഭിച്ച അവസരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഷഹീന മോൾ. ധൈര്യമായി തന്നെ മുന്നോട്ട് പോകും. എനിക്ക് നല്ലൊരു ഭരണസമിതി ഉണ്ട്, അവരെൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ നല്ലൊരു മുന്നണി കാര്യങ്ങളും ഉണ്ട്, അവരുടെയും കൂടെ ഞാനും എൻ്റെ കൂടെ ഇവരും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ഷഹീന മോളാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. 2002 ജൂലൈ 25-നാണ് ഷഹീന മോളുടെ ജനനം. ഈ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി വോട്ട് ചെയ്തത്. 10ാം വാർഡായ മലയങ്കാട് നിന്നും 309 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷഹീന മോൾ വിജയിച്ചത്. ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായപ്പോൾ ആ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തത് ഷഹീനയെ. ഈ ചെറുപ്രായത്തിൽ നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും നേതൃത്വം നൽകാൻ തനിക്ക് ലഭിച്ച അവസരം വിനിയോഗിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റത്. പ്രായം എന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ മുന്നണി നമ്മൾ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. ആ ദൗത്യം നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്ത് ഈ പ്രായത്തിൽ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ സ്ഥാനം ഏറ്റെടുത്തത്. തുടർന്നുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ സേവനത്തിന് ഒന്നും കൂടി ശ്രദ്ധ പുലർത്തും. പിന്നെ ഉള്ളത് 2020-24 UDF ഭരണം ഏലംകുളത്ത് കൊണ്ടുവന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് തുടർച്ചയ്ക്കാണ് ഞങ്ങൾ ആദ്യമായി മുൻഗണന കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഫസ്റ്റ് തീരുമാനങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. കുന്നക്കാവിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപികയാണ് ഷഹീന മോൾ. ഭർത്താവ് ഷംസീർ വിദേശത്താണ്. 4 വയസ്സുള്ള ഇവാൻ ഹാദി മകനാണ്. കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പെരിന്തൽമണ്ണ SNDP കോളേജ് NSS ക്യാമ്പിന്റെ സമാപന ചടങ്ങായിരുന്നു ഷഹീനയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി. 18 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ 10 സീറ്റുകളിൽ വിജയിച്ചാണ് UDF ഏലംകുളം പഞ്ചായത്ത് പിടിച്ചെടുത്തത്. 18ാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് ലീഗ് ഭാരതിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഭാരതിയുടെയും സക്കീർ മാസ്റ്റർ അടക്കമുള്ള മറ്റു പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെട്ട ഭരണസമിതി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഏലംകുളത്ത് ഭരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. പറയാനുള്ളത് 40 കൊല്ലം CPIM ഭരിച്ചിട്ട് ഒരു നേട്ടം ഏലംകുളം പഞ്ചായത്തിൽ നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 4 കൊല്ലം കൊണ്ട് ഞങ്ങൾ നടത്തിയത്. അതിൻ്റെ ഭരണ തുടർച്ച ഇനി മുകളിലും ഉണ്ടായിരിക്കും. ജനങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ജനങ്ങളുടെ ഭരണസമിതി ആയിരിക്കും ഞങ്ങളുടേത്. അതിന് പ്രസിഡന്റ് ചെറുപ്പാണെന്ന് നോക്കണ്ട, പ്രസിഡന്റിന് എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ ഗവൺമെൻറ് സർവീസിലായിരിക്കുമ്പോഴും പഞ്ചായത്തിലെ തലത്തിലുള്ള വിവിധ പരിപാടികളിലൊക്കെ നമ്മൾ ഭാഗവാക്കായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ വരുന്നതിന് മുമ്പും ഒരു ജനപ്രതിനിധി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാര്യമായൊരു പ്രയാസമുള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല. ഒപ്പം പരിണതപ്രജ്ഞരായിട്ടുള്ള നല്ലൊരു ടീം ഈ UDF സംവിധാനത്തിലുള്ളത് നമുക്ക് വലിയൊരു കരുത്താണ്. കാരണം നല്ല നൂതന ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ നല്ല യങ് ടാർക്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു ഔട്ട്കമ്മാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത 5 വർഷം നിലനിർത്താൻ കഴിയുന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തായിട്ടുള്ള ഡിവിഷനിൽ നിന്നുള്ള ഒരു പഞ്ചായത്തിൽ വന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പുതുമുഖങ്ങളെയും കഴിവുള്ള ആളുകളെയും മുന്നോട്ട് കൊണ്ടുവരിക എന്നതിൻ്റെ കൃത്യമായൊരു ഉദാഹരണം ഏലംകുളം പഞ്ചായത്തിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ളത് ഞങ്ങളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഭിമാനപൂർവ്വം കാണുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏലംകുളം ഗ്രാമപഞ്ചായത്തിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മറ്റുള്ള രീതിയിൽ ലഭിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വികസനത്തിൻ്റെ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ കൂടെ കൃത്യമായി തന്നെ ഒരു ഡിവിഷൻ മെമ്പർ എന്ന രീതിയിൽ ഞാനുണ്ടാകും. ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് പരിപൂർണമായ പിന്തുണ പാർട്ടിയുടെ ഭാഗത്തു നിന്നും മുന്നണിയുടെ ഭാഗത്തു നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കൃത്യമായി തന്നെ എത്തിക്കാനുള്ള ചുമതല ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.